രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കഠോപനിഷത്തിന്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കഠോപനിഷത്ത് എന്നും പറഞ്ഞ് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ലഭിക്കുന്നതാണ്. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജീവിതകഥ, രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ വളരെ റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ 128 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം 128 തൊട്ട് കാണുക, സമയം കിട്ടുമ്പോൾ ഒന്നേന്ന് കാണുക. എല്ലാ ബുധനാഴ്ചയും കഠോപനിഷത്തിന്റെ ക്ലാസ്സാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മപദത്തിന്റെ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. അതല്ല നേരിട്ട് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണം എന്നുള്ളവർക്ക് കൊല്ലത്താണ് ഞാൻ. കൊല്ലത്ത് വന്നാൽ മതി, പഠിക്കാം. ദൂരെ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ വന്ന് താമസിച്ച് പഠിക്കുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രത്യേക ഹോസ്റ്റൽ സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999. അഷ്ടാവക്ര ഗീത നിശ്ചയമായും കേൾക്കണേ. അതിൻ്റെ മാസ്റ്റർ പീസ് വീഡിയോ ആണ്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് ഉണ്ട്, അതിലതെല്ലാം നിങ്ങൾ കേൾക്കണം. പിന്നെ ഭക്തമീരയെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ജനറൽ എന്ന് പറഞ്ഞ് നമുക്ക് പ്രയോജനം കിട്ടുന്ന നിരവധി വീഡിയോകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ, നമ്മുടെ കൃഷ്ണപ്രിയ 2 രാധികാ കവചം പാടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഈ രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ യഥാർത്ഥ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയതുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. അതോടൊപ്പം തന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായും നിങ്ങളത് കേട്ടിരിക്കണം. കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും ഞാൻ പോകത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായി മാറിയത് എന്ന വീഡിയോ നിങ്ങൾ കേൾക്കണം. ആവശ്യമുള്ളവർക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് കഠോപനിഷത്തിന്റെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഉപനിഷത്തുകൾ ഒരു മന്ത്രത്തോട് ഒരു മന്ത്രത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അപ്പൊ എല്ലാ ഉപനിഷത്തുകളും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് അത്യാവശ്യമാണ്. ആ മന്ത്രം ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ആദ്യം ആ മന്ത്രം പഠിപ്പിക്കാം, ആ മന്ത്രത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കാം. ഞാൻ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ വീഡിയോയിൽ നോക്കിയാൽ ആ മന്ത്രം ഞാൻ അതിനകത്ത് പ്രത്യേകം എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളങ്ങ് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ കടയിൽ കൊടുത്താൽ അവരത് അടിച്ചു തരും. അല്ലെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സ്വല്പം മാത്രമേ ഉള്ളൂ. പോസ് ചെയ്ത് വെച്ചിട്ട് അത് എഴുതിയെടുത്താൽ മതി. അത് ഉപനിഷത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഇന്നു മുതൽ ഉപനിഷത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ മന്ത്രം നിശ്ചയമായും ഉപനിഷത്ത് പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അത് വായിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ചൊല്ലിയിരിക്കണം. ഞാൻ മന്ത്രം ചൊല്ലാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷ്വാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഓംകാരം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അടുത്ത അർത്ഥം എഴുതിക്കോ. സഹ സമം ഒന്നിച്ച്. നിങ്ങൾ കഠോപനിഷത്ത് എഴുതാൻ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കണം. അതിനകത്ത് ഈ ശ്ലോകം എഴുതി കഴിഞ്ഞിട്ട് എഴുതണം. സഹ സമം ഒന്നിച്ച്. ശ്ലോകം ഞാൻ ഈ പാടുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. സഹ ഒന്നിച്ച്. നൗ നൗ നമ്മൾ രണ്ടുപേരെയും. നൗ എന്ന് പറഞ്ഞ അർത്ഥം എഴുത്. നമ്മൾ രണ്ടുപേരെയും. അവധു അവധു രക്ഷിക്കട്ടെ. അവധു രക്ഷിക്കട്ടെ. അപ്പൊ സഹ ഒന്നിച്ച്, നൗ നമ്മൾ രണ്ടുപേരെയും, അവധു രക്ഷിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ അടിയിലെഴുത് ഓം സഹനാവവധു. ഓം സഹനാവവധു. അർത്ഥം എഴുത്. നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. അടുത്ത വാക്കെഴുത് സഹനൗ. സഹനൗ. അർത്ഥം ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച്. സഹനൗ എന്ന് പറയുമ്പോൾ അർത്ഥം എഴുത് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച്. അടുത്തത് ഭുനക്തു. ഭുനക്തു പോഷിപ്പിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ പോഷിപ്പിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം തന്ന് രക്ഷിക്കട്ടെ. അതാണ് ഭക്ഷണം തന്ന് രക്ഷിക്കട്ടെ. നമ്മളെ ശരീരം പോഷിപ്പിക്കണമെന്ന് പറയത്തില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പമുള്ള മാർഗം അങ്ങനെ എഴുതിയാൽ മതി. ഭുനക്തു ഭക്ഷണം തന്ന് രക്ഷിക്കട്ടെ. അടുത്തത് സഹ. സഹ ഒന്നിച്ച്. സഹ ഒന്നിച്ച്. വീര്യം. അത് വീര്യത്തെ. കരവാവഹൈ. അർത്ഥം സമ്പാദിക്കാം.
കരവാവഹൈ സമ്പാദിക്കാം. ഇനിയും എഴുത് സഹവീര്യം കരവാവഹൈ എന്നെഴുത്. സഹവീര്യം കരവാവഹൈ. എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവരായി തീരട്ടെ. അത്രയും അർത്ഥം എഴുതണേ. സഹവീര്യം കരവാവഹൈ. എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവരായി തീരട്ടെ. തേജസ്വി. തേജസ്വി പ്രകാശിക്കട്ടെ, പ്രകാശിക്കട്ടെ. അധീതം. അധീതം പഠിച്ചത്, അതീതം പഠിച്ചത്, പഠിച്ചത് തെളിയട്ടെ. തേജസ്വി അസ്തു മിന്നിത്തിളങ്ങട്ടെ. തേജസ്വി അസ്തു മിന്നിത്തിളങ്ങട്ടെ. തേജസ്വി നവധീതമസ്തു. അർത്ഥം നമ്മൾ നേടുന്ന അറിവ് കൂടുതൽ തേജസ്സുള്ളതായി തീരട്ടെ. നമ്മൾ തേടുന്ന അറിവ് കൂടുതൽ തേജസ്സുള്ളതായി തീരട്ടെ. അടുത്തത് മ അരുത്. മ അരുത്. വിദ്വിഷ. വിദ്വിഷ വെറുപ്പ്, വെറുപ്പ്. മാ വിദ്വിഷാവഹൈ. നമ്മൾ പരസ്പരം വെറുക്കാതിരിക്കട്ടെ. നമ്മൾ പരസ്പരം വെറുക്കാതെ ഇരിക്കട്ടെ. ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥങ്ങൾ എഴുതിയല്ലോ. ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മൾ പ്രാർത്ഥിച്ചോളൂ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ ഓം എന്നത് ഏതാണ്? പരമ്പൊരുളാണ്, അതായത് ബ്രഹ്മമാണ്. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. ഇത് ഗുരുവും ശിഷ്യനും കൂടെ ഒന്നിച്ചു പ്രാർത്ഥിക്കേണ്ടതാണ്. അതാണ് ഇത്. നിങ്ങൾ എന്നെ ഗുരുവായിട്ട് കാണുന്നെങ്കിൽ ഞാനും, നിങ്ങൾ ശിഷ്യരെങ്കിൽ നമ്മൾ രണ്ടുപേരും, ഗുരുവും ശിഷ്യനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്: നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ, നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ഭക്ഷണം തന്ന് രക്ഷിക്കട്ടെ. കണ്ടോ? ഒന്ന് നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. അടുത്തത് നമ്മളെ രണ്ടുപേരെയും ഭക്ഷണം തന്ന് രക്ഷിക്കട്ടെ. ആത്മവിദ്യ നേടാൻ നമുക്കൊന്നിച്ചു പരിശ്രമിക്കാം. ആത്മവിദ്യ നേടാൻ നമുക്കൊന്നിച്ചു പരിശ്രമിക്കാം. നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യനും വീര്യത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവരായി തീരട്ടെ. നമ്മൾ നേടുന്ന അറിവ് ഉജ്ജ്വല പ്രകാശമായി തീരട്ടെ. നമ്മൾ തമ്മിൽ ഒരിക്കലും കലഹിക്കാതിരിക്കട്ടെ. ഇതാണ് അർത്ഥം. മനസ്സിലായി? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നല്ലതുപോലെ പിടികിട്ടിയാൽ എന്തുവാന്നുള്ളത്. നമ്മളിപ്പോൾ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതാണ്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മളെ രണ്ടുപേരെയും, അല്ലെ, ആരാ നമ്മൾ രണ്ടുപേര്? ഗുരുവും ശിഷ്യനും. നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ഭക്ഷണം തന്ന് രക്ഷിക്കട്ടെ. ആത്മവീര്യം നേടാൻ ഗുരുവും ശിഷ്യനും ഒന്നിച്ച് ശ്രമിക്കാം. നമ്മൾ രണ്ടുപേരും വളരെ ഉത്സാഹത്തോടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവരായി തീരട്ടെ. നമ്മൾ നേടുന്ന അറിവ് ഉജ്ജ്വല പ്രകാശമായി തീരട്ടെ. നമ്മൾ തമ്മിൽ ഒരിക്കലും കലഹിക്കാതിരിക്കട്ടെ. അതാണ് മാ വിദ്വിഷാവഹോ. അതായത് ഗുരുവിനെപ്പോഴും ശിഷ്യനോട് വാത്സല്യവും സഹാനുഭൂതിയും ഉണ്ടായിരിക്കണം. തിരിച്ച് ശിഷ്യൻ എപ്പോഴും ഗുരുവിനോട് ഭക്തിയും വിശ്വാസവും വേണം. ഗുരു പറയുന്ന വാക്കിൽ ശിഷ്യൻ ഒരിക്കലും സംശയം ജനിച്ചു പോകരുത്. അങ്ങനെ പോയാൽ അവൻ അറിവ് ലഭിക്കില്ല. അപ്പോൾ ഗുരുവും ശിഷ്യനും ഒരു പാരസ്പര്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അങ്ങനെ ഗുരുവും ശിഷ്യനും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ശാന്തി മന്ത്രമാണിത്. ഇവിടുത്തെ ഗുരു എന്ന് പറയുന്നത് ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടി ചൂരൽ വടിയും എടുത്ത് നിൽക്കുന്നതല്ല. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ഗുരുകുലങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഗുരുകുലങ്ങളിൽ ഗുരു അങ്ങേയറ്റം സ്നേഹവും വാത്സല്യവും
അറിവും ശിഷ്യന് പകർന്നു കൊടുക്കും. ശിഷ്യനാകട്ടെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി സ്വീകരിക്കും. ശിഷ്യൻ ഒരിക്കലും ഗുരുവിനെ എന്ത് ചെയ്യില്ല? അവിശ്വസിക്കില്ല. ഇന്നത്തെ അധ്യാപകരെ ഗുരുവെന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ അധ്യാപകരെന്ന് പറഞ്ഞാൽ റോഡിലൂടെ ഇംഗ്ലാവും സിന്ദാബാദും ഒക്കെ വിളിച്ചുകൊണ്ട് പോവുകയും കോളേജിലൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. രാഷ്ട്രീയത്തിൻ്റെ ആ കേളിയാണ് അവരവർ വിശ്വസിക്കുന്ന പാർട്ടിയിലെ അവന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുറേ വർഗം. ഇന്നത്തെ ആൾക്കാരെ നമുക്ക് അധ്യാപകരെന്ന് വിളിക്കാനേ പറ്റില്ല. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. എന്നിട്ട് അതാണ് ശാന്തമായ അന്തരീക്ഷത്തിൽ വേണം പഠനം നടത്തേണ്ടതെന്ന സൂചനയാണ് ശാന്തി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പഠനം നടത്തേണ്ടത് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ആയിരിക്കണം. ഇനി 3 തവണ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഈ 3 ശാന്തി? നമുക്ക് 3 തരത്തിൽപ്പെട്ട ദുഃഖങ്ങളുണ്ട്. ഒന്നാമത്തെ ദുഃഖം അവനവൻ മുഖാന്തരം ഉണ്ടാകുന്ന ദുഃഖം, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന ദുഃഖം. അതാണ് ആധ്യാത്മിക ദുഃഖം. 2, മറ്റുള്ളവരിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ദുഃഖം. അതാണ് ആദി ഭൗതിക ദുഃഖം. 3, ആര് മുഖാന്തരവുമല്ല, നമ്മൾ മുഖാന്തരവുമല്ല, മറ്റുള്ളവർ മുഖാന്തരവുമല്ല, വിധി നിയോഗം കൊണ്ടുണ്ടാകുന്ന ദുഃഖം. അതാണ് ആദി ദൈവീക ദുഃഖം. അപ്പോൾ ഈ 3 ദുഃഖത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണേ എന്നതുകൊണ്ടാണ് ഇവിടെ 3 തവണ ഓം ശാന്തി ശാന്തി ശാന്തി. ആ 3 ദുഃഖത്തിൽ നിന്നുമുള്ള മോചനമാണ് 3 ശാന്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവീകം, 3ൽ നിന്നും മോചനം. ഇനി നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. അപ്പൊ കഴിഞ്ഞതിൽ യമദേവൻ 3 വരം ചോദിക്കാൻ പറഞ്ഞു, 2 വരം ചോദിച്ചു. ഇനി മൂന്നാമത്തെ വരം നചികേതസ് ചോദിക്കാൻ പോവുകയാണ്. ഈ ഒരു വരവും കൂടെ ഉള്ളൂ. 3 വരത്തിന്റെ അവസരം മാത്രമേ യമദേവൻ കൊടുത്തിട്ടുള്ളൂ. യമദേവൻ നചികേതസിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നചികേതസ് യമദേവന്റെ കണ്ണുകളിലേക്കും നോക്കി. യമദേവൻ ഒരു ഉത്കണ്ഠ തോന്നി. ഇവൻ എന്താണ് 3ാമത് ചോദിക്കാൻ പോകുന്നത്? കാരണം ഇവൻ ഒരു സാധാരണ ബാലനേ അല്ല. അപ്പൊ നചികേതസിന്റെ ചുണ്ടനങ്ങി തുടങ്ങി. യമദേവൻ കാതുകൂർപ്പിച്ചു. അപ്പൊ നചികേതസ് പറഞ്ഞു, മരണത്തെക്കുറിച്ച് അല്ലയോ യമദേവ, അത്യധികമായ അനിശ്ചിതത്വമുണ്ട്. മരണത്തിന് ശേഷം ആത്മാവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു. എന്നാൽ അങ്ങനെ ഇല്ല എന്ന് മറ്റു ചിലരും പറയുന്നു. ഇതിൻ്റെ സത്യം എന്തെന്ന് അങ്ങയിലൂടെ അറിയണം. അതായത് മരണത്തിൻ്റെ രഹസ്യം എന്തെന്ന് എനിക്കറിയണം. എന്താണ് മരണം? എന്താണ് ആത്മാവ്? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എവിടായിരുന്നു? അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എവിടായിരുന്നു? ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അല്ലയോ യമദേവ, ആത്മാവിൻ്റെ രഹസ്യങ്ങളാണ് എനിക്കറിയേണ്ടത്. മരണശേഷം ആത്മാവ് ജീവിക്കുന്നുണ്ടോ അതോ മരണത്തോടെ എല്ലാം അവസാനിക്കുന്നുണ്ടോ? എനിക്ക് മരണരഹസ്യമാണ് അറിയേണ്ടത്. അക്ഷരാർത്ഥത്തിൽ യമദേവൻ ഞെട്ടിപ്പോയി. എന്ത് മരണരഹസ്യമോ? അത് ആരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ആത്മാവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അതിന് യോഗ്യതയില്ലാത്ത ഒരുവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൂടാ. അത് പഠിപ്പിക്കുന്നത് ഹാനികരമാണ്. അപ്പൊ യമദേവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതിരുന്നപ്പോൾ നചികേതസ് പറഞ്ഞു, അങ്ങ് വാക്കുപാലിക്കണം, മരണത്തിന്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ യമദേവൻ വിചാരിച്ചു, ഇവനെ ഒന്ന് പരീക്ഷിച്ചു കളയാം. അതായത് മരണത്തിന്റെ സങ്കീർണത. അതായത് യമദേവൻ വിചാരിച്ചു, ആത്മാവ് മരണത്തിന്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ അർഹിക്കാത്തവന് പറഞ്ഞു കൊടുത്തുകൂടാ. അപ്പൊ യമദേവൻ വിചാരിച്ചു, ഇവനെ ഒന്ന് പരീക്ഷിക്കാം. മരണത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ നചികേതസിനെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ യമൻ പറഞ്ഞു, നചികേതസേ,
ഈ മരണത്തിൻ്റെ കാര്യത്തിൽ ദേവന്മാർക്ക് പോലും അവരുടേതായ സംശയങ്ങളുണ്ട്. ഇതുവരെ ദേവന്മാർക്ക് പോലും മരണമെന്തെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് സൂക്ഷ്മമാണ് മരണമെന്ന് പറയുന്നത്. അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യവുമാണ്. അപ്പം ഈ ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം ബാലനായ നീ എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് നീ മൂന്നാമത്തെ വരമായി ഇതിന് തുല്യമായ മറ്റെന്തെങ്കിലും ഒരു വരം നീ ചോദിച്ചുകൊള്ളൂ. ഇത് മാത്രം നീ ചോദിക്കരുത്, കാരണം നീ കുഞ്ഞാണ്, നിനക്കിത് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മോനെ നീ ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞു. ആത്മാവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഈ ആഗ്രഹത്തിൽ നിന്ന് നചികേതസേ നീ പിന്തിരിയണം. പകരം നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുന്നതായിരിക്കും. പക്ഷേ ഈ പ്രയാസങ്ങളെക്കുറിച്ച് കേട്ടിട്ട് നചികേതസ് പിന്മാറിയില്ല എന്ന് മാത്രമല്ല, ഭയങ്കര ഉത്സാഹത്തോടെ പറഞ്ഞു, യമദേവ അങ്ങ് പറയുന്നു ഈ കാര്യത്തെക്കുറിച്ച് ദേവന്മാർക്ക് പോലും വലിയ അറിവില്ല എന്ന്, അത് അവർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്നാൽ ഈ കാര്യം പറയാൻ അങ്ങയെപ്പോലെ കഴിവുള്ള ഇനി ആരുമില്ല. കാരണം ദേവന്മാർക്ക് പോലും മരണം എന്തെന്നറിയില്ല. അപ്പം മരണം എന്തെന്നറിയാവുന്ന, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരാള് യമദേവ അങ്ങ് മാത്രമാണ്. മറ്റൊരാളും അങ്ങേക്ക് തുല്യരല്ല. അതുകൊണ്ട് ഞാൻ മറ്റാരെയും ആശ്രയിക്കുന്നില്ല, മറ്റൊരു വരവും എനിക്ക് വേണ്ട. എത്ര സങ്കീർണമാണെങ്കിലും ഞാൻ പഠിച്ചുകൊള്ളാം. എനിക്ക് മരണത്തിൻ്റെ രഹസ്യം അറിയണം. മരണശേഷം ആത്മാവ് ജീവിക്കുന്നുണ്ടോ അതോ ഇല്ലയോ, വീണ്ടും പുനർജന്മം ഉണ്ടോ, സത്യാവസ്ഥ എനിക്ക് അറിയണം. അപ്പൊ യമന്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ നചികേതസ് വിജയിച്ചു. പക്ഷെ യമൻ വിചാരിച്ചു അങ്ങനെ ഇവനെ അങ്ങ് വിട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ പരീക്ഷണമായി നചികേതസിനെ പ്രലോഭനങ്ങൾക്ക് വിധേയമാക്കാൻ യമൻ തീരുമാനിച്ചു. അപ്പൊ യമദേവൻ പറഞ്ഞു, കാരണം മരണരഹസ്യം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ യമദേവൻ നചികേതസിൻ്റെ അടുത്ത് പറഞ്ഞു, നൂറ്റാണ്ടുകളുടെ ആയുസ്സോടു കൂടിയ പുത്ര പൗത്രന്മാരെ വരമായി ചോദിക്കൂ നചികേതസേ, ഞാൻ തരാം. നീ പറ, നിനക്ക് നൂറ്റാണ്ടുകളോളം ജീവിച്ചിരിക്കുന്ന പുത്രന്മാരും അവരുടെ പുത്രന്മാരും വേണം എന്ന് നീ പറഞ്ഞുകൊള്ളൂ, ഞാൻ നിനക്ക് തരാം. പശുക്കളെയും മറ്റു കന്നുകാലികളെയും ആനകളെയും കുതിരകളെയും എല്ലാം നിനക്ക് തരാം. അതല്ല എന്നുണ്ടെങ്കിലോ സ്വർണമോ എന്തു വേണമെങ്കിലും നീ ആവശ്യപ്പെട്ടുകൊള്ളൂ. ഇനി അതിവിസ്തൃതമായ ഒരു സാമ്രാജ്യത്തെ ആവശ്യപ്പെട്ടുകൊള്ളൂ. നീ ആഗ്രഹിക്കുന്നിടത്തോളം ആയുസ് ആവശ്യപ്പെട്ടുകൊള്ളൂ. നീ അവിടുത്തെ ചക്രവർത്തിയായി കഴിഞ്ഞുകൊള്ളൂ. നചികേതസേ, നചികേതസിനെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ പോവുക. അപ്പൊ യമദേവൻ പറഞ്ഞു, നചികേതസേ നീ ഒരു കാര്യം ചെയ്യൂ, നിനക്ക് ഞാനേ നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കുന്ന പുത്രന്മാരെയും പൗത്രന്മാരെയും നിനക്ക് ഞാൻ തരാം. നിനക്ക് കന്നുകാലികളെയോ ആനകളെയോ കുതിരകളെയോ അല്ലെങ്കിൽ സ്വർണമോ എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. നിനക്ക് ചക്രവർത്തിയാകണോ, അതിവിസ്തൃതമായ ഒരു സാമ്രാജ്യം ചോദിച്ചുകൊള്ളൂ, ഞാൻ തരാം. നീ ആഗ്രഹിക്കുന്നിടത്തോളം എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നിനക്ക് ആയുസ്, നിനക്ക് ഇഷ്ടമുള്ളപ്പം ഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നാൽ മതി. അത്രയും നാൾ നീ ആഗ്രഹിക്കുന്ന, നിനക്ക് 10,000 വർഷം ജീവിക്കണമെങ്കിൽ നീ ജീവിച്ചോ, അത്രയും ആയുസ്സും ഞാൻ നിനക്ക് തരാം. ഹേ നചികേതസേ, ധനമോ സുദീർഘമായ ആയുസ്സിനോ വേണ്ടിയുള്ള ഒരു മാർഗമോ വേണമോ, മാർഗം വേണമെന്നോ ആത്മജ്ഞാനത്തിന് തുല്യമായി നീ കരുതുന്നു എങ്കിൽ നീ ചോദിക്കൂ, നിനക്ക് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഞാൻ തരാം. അപ്പം നചികേതസേ, അപ്പൊ എന്താ പറയുന്നത്, ധനമോ അതേ കണക്ക് തന്നെ സുദീർഘമായ ആയുസോ എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ പകർന്ന് തരാം. ഈ ഭൂമിയിലെ ഏറ്റവും മഹാനായ ചക്രവർത്തിയാക്കി നിന്നെ ഞാൻ മാറ്റാം. സുഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സുഖസമൃദ്ധി തരാൻ എനിക്കാവും. എന്തു പറയുന്നു നചികേതസേ, നീ ആത്മാവിനെ, അതായത് മരണത്തിൻ്റെ രഹസ്യം അറിയണമെന്നത് ഉപേക്ഷിക്കണം. അപ്പം നചികേതസ് അല്പം പോലും കുലുക്കമുണ്ടായില്ല.
അപ്പൊ നചികേതസ് പറഞ്ഞു, എനിക്കെന്തിനാണ് ആയുസ്? അങ്ങയുടെ കാരുണ്യമുള്ളപ്പോൾ എനിക്ക് ആയുസിനോട് താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെയും അങ്ങ് ആയുസ് തന്നാലും ഒരു ദിവസം ഞാൻ തിരിച്ചു പോയല്ലേ പറ്റൂ. അങ്ങ് എനിക്ക് 10,000 വർഷം ആയുസ് തരും, പക്ഷെ അത് കഴിഞ്ഞെന്നെ വന്ന് മരണം പിടികൂടത്തില്ലേ? അങ്ങ് എനിക്ക് ആനകളെ തരാം, സ്വർണം തരാം, പക്ഷേ ഭൂമിയിലെ ആയുസ് തീരുമ്പോൾ അതിവിടെ കളയണ്ടേ? അങ്ങ് പറയുന്നു ചക്രവർത്തിയാക്കാം, ഭൂമിയിലെ ആയുസ് തീരുമ്പോൾ ചക്രവർത്തി പദവും തീർന്നില്ലേ? അതുകൊണ്ട് അല്ലയോ യമദേവ, എനിക്ക് മരണത്തിൻ്റെ രഹസ്യം അറിയണം. അപ്പോൾ യമദേവൻ വിചാരിച്ചു, ഇവൻ ആള് ചില്ലറക്കാരനല്ല. അപ്പൊ യമദേവൻ ഇവനെ അടുത്ത ഇതിൽ വീഴ്ത്താൻ ശ്രമിച്ചു. സ്വർഗീയ സുഖങ്ങൾ നൽകി പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കാൻ പോവുക. യമദേവൻ പറഞ്ഞു, നോക്കൂ, ഈ ഭൂമിയിൽ മർത്യലോകത്തിൽ അപൂർവമായിട്ടുള്ള എല്ലാ സുഖങ്ങളും നീ ആവശ്യപ്പെട്ടുകൊള്ളൂ. ദേ, നീ ഈ അപ്സര സുന്ദരികളെ ആവശ്യപ്പെട്ടുകൊള്ളൂ. നിനക്ക് അവരോടൊപ്പം, നിനക്ക് ഞാൻ ഈ അപ്സര സുന്ദരികളെ തരാം. അവരോടൊപ്പം നിനക്ക് രഥങ്ങളും സംഗീത ഉപകരണങ്ങളും എല്ലാം തരാം. നചികേതസേ, ഇതുപോലെയുള്ള അപ്സര സ്ത്രീകളെ നിനക്കൊരിക്കലും ഭൂമിയിൽ കാണാൻ പറ്റില്ല. ഈ അപ്സര സ്ത്രീകൾ നിനക്കുള്ളതാണ്. ഇന്നു മുതൽ ഈ അപ്സര സ്ത്രീകളെ നിനക്ക് അനുഭവിക്കാം. അന്ന് മാത്രമല്ല, ഈ അപ്സര സ്ത്രീകൾ ഇന്നു മുതൽ നിന്നെ സേവിക്കുകയും ചെയ്യും. പക്ഷേ അല്ലയോ നചികേതസേ, നീ മൂന്നാമത്തത് മരണാനന്തരം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു അതറിയാൻ ആഗ്രഹിക്കാതിരുന്നാൽ മതി. നിനക്ക് അപ്സര സ്ത്രീകളെ തരാം. നീ അപ്സര സ്ത്രീകളുമായി രമിച്ചുകൊള്ളൂ. നിനക്ക്, അതായത് മർത്യലോകത്ത് നിനക്ക് ഇത്രയും വലിയ സുന്ദരികളെ കാണാൻ പറ്റില്ല. പക്ഷേ നചികേതസേ, മരണാനന്തരം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രം ചോദിക്കരുത്. അപ്പൊ യമദേവൻ പറഞ്ഞു, അപ്പൊ നചികേതസ് പറഞ്ഞു, യമദേവ, അങ്ങ് വിവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങളെല്ലാം, അങ്ങ് എനിക്ക് കുറേ സുഖങ്ങൾ തരാമെന്ന് പറയുന്നു. ഈ സുഖങ്ങളൊക്കെ നൈമിഷികങ്ങളാണ്. അങ്ങ് എനിക്ക് എത്ര വർഷം ആയുസ് തന്നാലും ഒരു ദിവസം തീരും. ഈ അപ്സര സുന്ദരികളും രഥങ്ങളും ഇതിനെയൊക്കെ അങ്ങ് തന്നെ സൂക്ഷിച്ചോ, എനിക്ക് വേണ്ട. എനിക്ക് ഒരു അപ്സര സ്ത്രീയെയും വേണ്ട. കാരണം മരണം വരുമ്പോൾ അപ്സര സ്ത്രീകളും നഷ്ടപ്പെടും. ഭൂമിയിൽ ഒരിക്കലും നഷ്ടപ്പെടാത്തതായിട്ടൊന്നുണ്ട്, അത് മരണത്തെക്കുറിച്ചുള്ള അറിവാണ്. ഒരു മനുഷ്യന് ഒരിക്കലും ധനത്തിലൂടെ നിർവൃതി കിട്ടില്ല. ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. എനിക്ക് ആയുസ്സും വേണ്ട, ധനവും വേണ്ട, അപ്സരസുകളും വേണ്ട. പക്ഷേ എനിക്ക് ആത്മാവിന് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന അറിവ് എനിക്ക് വേണം. കാരണം മനുഷ്യൻ ജരാനരകൾക്കും മരണങ്ങൾക്കും വിധേയനാണ്. ഈ സത്യം അറിഞ്ഞു വെച്ചുകൊണ്ട് ആരെങ്കിലും അപ്സരസുകളെ അങ്ങ് സ്വീകരിക്കുമോ? അതുകൊണ്ട് യമ മഹാരാജാവേ, അപ്സരസിനെ അങ്ങ് തന്നെ എടുത്തുകൊള്ളൂ. എനിക്ക് വേണ്ടത് അത്ഭുതകരവും പരലോകത്തെ സംബന്ധിക്കുന്നതുമായ വിഷയത്തിൽ ആത്മാവിൻ്റെ നിയോഗത്തെക്കുറിച്ച്, മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവാണ്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ജീവിക്കുന്നുവോ ഇല്ലയോ ഇത് മനുഷ്യൻ അറിഞ്ഞൂടാ. അതിനിഗൂഢമായ ആ അറിവ് എനിക്ക് തരണം. അതെനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ യമരാജൻ പറഞ്ഞു, നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാം. അപ്പൊ നചികേതസ് പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹവുമില്ല, എനിക്കൊറ്റ ആഗ്രഹം. ഭൂമിയിലെ മനുഷ്യർക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് മരണം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോന്നു, നമ്മളുണ്ടോ, നമ്മുടെ ആത്മാവുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? അങ്ങനെ സത്യമാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് തെളിവുകളുണ്ടോ? അങ്ങനെ മരണത്തിൻ്റെ അതിനിഗൂഢമായ രഹസ്യം എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ യമദേവൻ അവനെ നോക്കി. അപ്പോൾ യമദേവന് മനസ്സിലായി ഇവൻ ഇതിന് അർഹനാണ്. എല്ലാ പരീക്ഷണങ്ങളിലും നചികേതസ് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ യമദേവൻ പറഞ്ഞു, അതെ, മനുഷ്യനെ എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ചോദ്യം,
മനുഷ്യനെ എന്നും വിഷമിപ്പിക്കുന്ന വലിയ ചോദ്യം, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആത്മാവുണ്ടോ ഇല്ലയോ? ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളെ കാണാൻ പറ്റുമോ? ബന്ധുക്കളെ എന്നേക്കുമായി വേർപിരിയുകയാണോ? അങ്ങനെ പിടികിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങളുടെ ഉത്തരം നചികേതസിന്റെ മുന്നിൽ യമൻ നിരത്താൻ പോവുകയാണ്. അതെ, മരണത്തിന്റെ രഹസ്യം യമദേവൻ പറഞ്ഞു തുടങ്ങുകയായി. മരണരഹസ്യം യമദേവൻ പറഞ്ഞു തുടങ്ങുകയായി നചികേതസിനോട്. ആ രഹസ്യങ്ങൾ ശ്ലോകത്തിന്റെ രൂപത്തിലാണ് ഉപനിഷത്തുകാരൻ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ മരണത്തിന്റെ രഹസ്യങ്ങളിലേക്ക് കടക്കാം. അതെ, മരണത്തിന്റെ രഹസ്യം അറിയാൻ താല്പര്യമുള്ളവരെ അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കാണണം. യമദേവൻ എന്താണ് പറയാൻ പോകുന്നത്? തികച്ചും നിഗൂഢമായ മരണ രഹസ്യമിതാ വെളിപ്പെടാൻ പോകുന്നു. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.